ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിലോട്ട് പോവാം. അതായത് രാത്രി എല്ലാവരും ഉറങ്ങിയായിരുന്നു. ജിമ്മിനൊക്കെ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിനെ ഉറക്കത്തിൽ എണിച്ച് എന്താ സൗണ്ട് അതിനായിട്ട് ഒരു ഗേൾ വന്ന് അങ്ങനെ ജിമ്മിൻ നോക്കാൻ തുടങ്ങി. ജിമ്മിൻ എന്ത് എന്ത് പറ്റി? അങ്ങനെ ഒരു ഗേൾ വന്ന് പറയാൻ തുടങ്ങി, ഇതാ ജിമ്മിൻ്റെ കയ്യിൽ കൊടുത്തു. ജിമ്മിൻ, ഇത് നിൻ്റെ ലൈഫ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നിനക്ക് ഞാൻ ഇവിടെ വരുത്തിയത്. അതുമാത്രമല്ല, നിൻ്റെ ലൈഫ് പാർട്ട്ണർ ഇത് ഈ ബ്രേസ്ലെറ്റിൽ കാണുമ്പോൾ കളറായിട്ട് മാറും. കളർ പറഞ്ഞാൽ ഈ ബ്രേസ്ലെറ്റിൽ ഒരു കളർ വരും, പറഞ്ഞാൽ ഒരു മ്യൂസിക് സൗണ്ട്, പിന്നെ നിനക്കൊരു ഡ്രീം വരും. മനസ്സിലായ? ഇതിട്ടു നീ കിടന്നു, എനിക്ക് എല്ലാ ഡ്രീം വരും. ഞാൻ എന്നിട്ട് ഒരു ഗേൾ അവിടെ നിന്ന് മറിഞ്ഞു പോയി. ജമീൻ അങ്ങനെ കണ്ണ് ഷോക്കായി പോയി. കൺമൂടി തുറന്ന് നോക്കുമ്പോൾ അവിടെ ആളില്ലായിരുന്നു. ഇത് തോന്നിയതെന്ന് ജിമ്മിൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിന് പോയി ആ ബ്രേസ്ലെറ്റ് ഇട്ടു ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഒരു ഡ്രീം വരാൻ തുടങ്ങി. കാടിൻ്റെ അടിയിൽ ഒരു ബെഡ്, ഫ്ലവേഴ്സ് എല്ലാം ഇട്ടുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ ക്യൂട്ടായിട്ടൊരു ഗേൾ ഉറങ്ങായിരുന്നു. അങ്ങനെ ജിമ്മിൻ നോക്കുമ്പോൾ അത് ഹീറോയായിരുന്നു. ജിമ്മിനക്ക് അങ്ങനെ നെറ്റി എണിച്ചു. അത് രാവിലെ ആയിരുന്നു. എനിക്കെന്താ ഇങ്ങനെ ഡ്രീം വരാം, ഇത് തോന്നില്ല എന്ന് ജിമ്മിന് കണ്ടേക്കാതെ അവിടുന്ന് ഇങ്ങനെ രാവിലെ എണീച്ച് ഫ്രഷായിട്ട് വന്നു. അങ്ങനെ ഹീറോയി വരുമ്പോൾ അവൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് മിന്നാൻ തുടങ്ങി. ഒരു ഗോൾഡ് കളറായി മാറി, കളർ റെയിൻബോസായി മാറി. ഇത് കണ്ട് ജിമ്മിനൊക്കെ ഷോക്കായി. ഒരു പാട്ടെല്ലാം ഓടാൻ തുടങ്ങി. ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ ജിമ്മിനെ കണ്ണ് കാണാൻ തുടങ്ങി. ജിമ്മിന് കൺഫ്യൂസ് ആവാൻ തുടങ്ങി, എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ ജിമ്മിന് കണ്ടേക്കാതെയിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിൻ്റെ വണ്ടി ശരിയായി. ശരി, ഓക്കെ, ട്രിപ്പല്ല കാര്യം, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ജിമ്മിൻ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. ജിമ്മിനക്ക് വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ഫോൺ വന്നു. അർജുൻ വണ്ടിയിൽ നിന്ന് പിച്ചി. ഓക്കെ സർ, ഒരു മിനിറ്റ്. ഹലോ, എന്ത് പറ്റി? ജിമ്മിൻ പറയുന്നു. എന്താടാ പറ്റി? ആറാം പറയാൻ തുടങ്ങി. എടാ, അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. ആറാം പറയാൻ തുടങ്ങി. നീ ഇത്ര 1 month നീ വരണ്ടടാ, ഇവിടെ പ്രശ്നം എല്ലാം കഷ്ടമാണെന്ന് പറഞ്ഞു ആറാം. ശരി, ഓക്കെ എന്ന് ജിമ്മിന് പറഞ്ഞു. നീ എവിടെടാ? ഞാൻ ശരിടാ എന്ന് ജിമ്മിന് പറഞ്ഞു. ശരി, ഓക്കെ. അർജുൻ പറയാൻ തുടങ്ങി. എന്ത് പറ്റി സാർ? എല്ലാ എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല, ഇപ്പോൾ പ്രശ്നം എല്ലാം തുടങ്ങി. സാർ, നിങ്ങൾ വിഷമമാണ് സാർ, ഞാൻ പോകുന്നു, ഞങ്ങൾ എന്നൊരു പ്ലേസ് പോകാം സാർ. അങ്ങനെ ഇത് പറഞ്ഞു. ഞങ്ങളെ വീട്ടിൽ അർജുൻ പറയുന്നു, എൻ്റെ വീട്ടിൽ താമസിക്കും സാർ, നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് അല്ല കാട്ടാൻ അർജുൻ പറഞ്ഞു. ശരി, ഓക്കെ ജിമ്മിന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ ആരുമില്ല സാർ, ഞാൻ തനിയാണുള്ളത് എന്ന് അർജുൻ പറഞ്ഞു. എന്ത് തനിയാണുള്ളത്? അതെ സാർ, ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിക്കാൻ പോകുന്നത്. തനിയെ താമസിക്കുമ്പോൾ എന്ത് ചെയ്തു സാർ? എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിരുന്നു, അവരാരും വരില്ല എന്നെ അവർ പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അർജുൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി ജിമ്മിൻ. അങ്ങനെ താമസിക്കാൻ തുടങ്ങി. രാത്രി ഇവിടെ ഉറങ്ങാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അർജുൻ കോൾ വന്നു. ഹലോ, എന്ത് പറ്റി? അർജുൻ ഫോൺ എടുത്ത്. ജിമ്മിന് ഉറങ്ങിയായിരുന്നു. അർജുൻ, സത്യമാണോടി? അതെ, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യടാ പ്ലീസ്. അങ്ങനെ അർജുനോട് പറ, എനിക്ക് മാരേജ് ഇടാ, എനിക്കിഷ്ടമല്ലടാ ഇവിടെ, എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പറഞ്ഞടാ എന്ന് അർജുൻ കേട്ടു. ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി. മോം, ഞാൻ എത്തി. എന്താ മോമിൻ്റെ? നിനക്ക് നാളെ മാരേജ്. മോം പറഞ്ഞേക്ക്, എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല, പറഞ്ഞേക്ക്, നീ മാരേജ് കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഇത് നടന്ന കാര്യം പറഞ്ഞു. ശരിടാ, വിഷമിക്കണ്ട, ഞാൻ ആൾ സെറ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞു വരുന്നു. അവൻ നല്ലവനല്ല, അവൻ മോശക്കാരനാണ്. അവനെ കല്യാണം വെച്ചാൽ എൻ്റെ ലൈഫ് വേസ്റ്റാവും അർജുൻ, പ്ലീസ് ഡാ, എങ്ങനെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യടാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എൻ്റെ ഉമ്മാന് മെറിട്ടായിരുന്നടാ, വേറെ വഴിയില്ല, എന്നെ കിഡ്നാപ്പ് ചെയ്യും, എന്നെ എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞു, വാഷ് ചെയ്തുടാ. അങ്ങനെ ശരിടാ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അർജുൻ കോൾ ചെയ്ത് വന്നിരുന്നു. ജിമ്മിനിക്ക് ഉറക്കത്തെ എണിച്ച് തണ്ണീര് കൈ കഴിക്കാൻ കുടിക്കാൻ വന്നപ്പോൾ ജിമ്മിന് കേട്ടോ, അയ്യോ പിന്നെ എന്താ വെച്ചാൽ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് കിടക്കുക. ജിമ്മിന് കേട്ടു. ജിമ്മിൻ പറയാൻ തുടങ്ങി. അർജുൻ, എന്താടാ പറ്റി? ജിമ്മിൻ നടന്ന കാര്യം പറയുന്നു. ഇതാണ് പ്രശ്നം. ജിമ്മിനിക്ക് ഷോക്ക്. എന്താ, മാരേജാ? അതെ സർ, ഒന്നും ചെയ്യാൻ പറ്റില്ല സർ, ഇവിടെ ഉള്ള പ്രോബ്ലമാണ് സർ, അവന് മാരേജ് അയച്ചാൽ ഒരുപാട് കഷ്ടമാണ് സർ. ജിമ്മിന് പറയാൻ തുടങ്ങി. അതൊന്നും വിഷമിക്കണ്ട, അതെങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞു. സർ, അവൾക്ക് ആ മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ രാത്രി ജിമ്മിന് നന്നായിട്ട് പറഞ്ഞത്. ജിമ്മിക്ക് ഡ്രീമിൽ വന്നു. ജിമ്മിൻ, നിങ്ങളാരാ? ഞാനാണ് ഇത് ഷാരി. മുതൽ
നിൻ്റെ പാർട്ട്ണറെ നിൻ്റെ പാർട്ട്ണറെ കണ്ടുപിടിച്ചു. നീ അവളെ നിനക്കിപ്പോൾ കുറച്ച് അവളെ മേലെ ഇൻട്രസ്റ്റ് വരും. അതുമാത്രമല്ല നിൻ്റെ ലൈഫ് പാർട്ട്ണർ ഇല്ല, അവൻ മാരേജ് അയച്ചാൽ നിൻ്റെ പ്രശ്നങ്ങളാവും. നീ അവളെ രക്ഷിക്കുന്നത് നിനക്ക് നല്ലത് എന്ന് ജിമ്മിനോട് പറഞ്ഞു. ശരി, ഓക്കെ ജിമ്മിൻ എണച്ചു. അവനായിട്ട് മാരേജിക്ക് വന്നു. ജിമ്മിന് മാരേജിന് കണ്ട് ഷോക്കായി. ഇപ്പം എന്ത് ചെയ്യാന്നറിയില്ല. ജിമ്മിനോട് പറഞ്ഞു, ജിമ്മിന് വന്ന് നോക്കുമ്പോൾ മാരേജ് കഴിക്കാൻ പോകുമ്പോൾ ജിമ്മിന് വന്നു എടുത്ത പേപ്പർ അങ്ങനെ അർജുൻ പഠിച്ചു. ഇപ്പം എന്താ ചെയ്യാറില്ലായിരുന്നു അർജുൻ. ജിമ്മിന് ആ പേപ്പർ എടുത്ത് സൈൻ ചെയ്തു. അങ്ങനെ ഇപ്പം ഹസ്ബൻഡ് വൈഫായി മാറി. ആ ചെക്കന് ടെൻഷനായി. അവൻ്റെ പേര് നൗഫാൾ പറയാൻ തുടങ്ങി. എന്താ എൻ്റെ വൈഫിനെ മാരേജ് ചെയ്യുക? നിൻ്റെ വൈഫാ? ജിമ്മിൻ മുറയ്ക്കാൻ തുടങ്ങി. എന്താടാ നിൻ്റെ വൈഫാ? സർ, അത് ജിമ്മിൻ മാസ്ക് ഇട്ടായിരുന്നു, അത് ആർക്കും അറിയില്ലായിരുന്നു. ജിമ്മിന് പിടിച്ചു. അങ്ങനെ അവിടേക്ക് ജിമ്മിന് മാരേജ് കഴിച്ചത് ഹീറോയ്ക്ക് ഷോക്കായി അവിടേക്ക് മയങ്ങി. ജിമ്മിൻ തൂക്കിയോണ്ട് കൊണ്ടുവന്നു. അർജുനക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങനെ അവിടേക്ക് അതേ പ്ലേസിലേക്ക് ടൂർക്ക് പോയി. വീണ്ടും അതേ പ്ലേസിലേക്ക് വന്നു. ജിമ്മിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്ലേസിലേക്ക് തന്നെ വരണമെന്ന്. അങ്ങനെ ജിമ്മിന് അടുത്തോണ്ട് വന്നു. ജിമ്മിന് മാരേജ് കഴിച്ചായിരുന്നു. ജിമ്മിനൊക്കെ കുറച്ച് ഹീറോയിന്മാരെ ഇൻട്രസ്റ്റ് വന്നായിരുന്നു. അതിനായിട്ട് മാരേജ് കഴിഞ്ഞ് ഇപ്പോൾ അവിടേക്ക് ആ പ്ലേസിലേക്ക് കൊണ്ടുവന്നു. ജിമ്മിൻ അങ്ങനെയായിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ എണിച്ചു. ഇതേതാ പ്ലേസ്? അയ്യോ, ഇത് വീണ്ടും ആ പ്ലേസ് ആണല്ലോ. അങ്ങനെ അർജുൻ ബാക്കി മെമ്പേഴ്സ് പറയാൻ തുടങ്ങി, നിങ്ങളിവിടെ ഇരുന്ന് തന്നെയിൽ ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞ് അവർ 3 പേർ ഒരു ഗെയിം കളിക്കാൻ പോയി. അങ്ങനെ ജിമ്മിന് ഞാനെവിടെ? നിങ്ങൾ റൂമിലെന്താ? അവിടെ നിന്ന് എണിച്ചിട്ട് പോകാൻ തുടങ്ങി. ഞാൻ എൻ്റെ റൂം പോകാമെന്ന് പറഞ്ഞ് ജിമ്മിന് പിടിച്ചു. ഇപ്പം നമ്മൾ ഹസ്ബൻഡ് വൈഫാണ്, അങ്ങനെ കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് ജിമ്മിന് പറഞ്ഞു. ഇതൊന്ന് ഷോക്കായി ജിമ്മിനെ നോക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, എനിക്ക് നിന്നെ കുറച്ച് പിടിച്ചിരുന്നു. ഇപ്പം എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ്. അതൊക്കെ എന്താ എന്ന് ജിമ്മിനെ നോക്കാൻ തുടങ്ങി. ജിമ്മിൻ അങ്ങനെ ബെഡിൽ തല്ലി കിസ് അടിക്കാതെ വിടുന്നു ജിമ്മിനെ ഒന്ന് തല്ലാൻ തുടങ്ങി. തല്ലാൻ നല്ല സ്ട്രോങ് ആയിരുന്നു, ജിം ബോഡി ആയിരുന്നു. അങ്ങനെ എല്ലാം സംതിങ് എല്ലാം നടക്കാൻ തുടങ്ങിയായിരുന്നു. ജിമ്മിനക്ക് ഭയങ്കര റൊമാൻസ് ചെയ്തുകൊണ്ടായിരുന്നു.